Dear students, last class we started algebra. അതിൽ നമ്മൾ ഫൈൻഡിങ് ദി വാല്യൂ, അഡിഷൻ, സബ്ട്രാക്ഷൻ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതിൽ ബാലൻസിങ് മെത്തേഡ്, ദെൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒക്കെ പഠിച്ചു. ട്രാൻസ്പോസിങ് മെത്തേഡും പഠിച്ചു. വേണമെങ്കിൽ ഒരെണ്ണം പറഞ്ഞുതരാം, നോക്കി നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. Trial and error method. 2x plus 3 equal 15. അപ്പോൾ ട്രയൽ ആൻഡ് എററിൽ എങ്ങനെ എഴുതും? എക്സിൻ്റെ വാല്യൂ ഓരോന്നായിട്ട് ഇട്ട് നോക്കാം. വെൻ എക്സ് ഈക്വൽ 0. അപ്പോൾ എങ്ങനെ എഴുതും? 2 × 0 + 3 ഈക്വൽ 3 നോട്ട് ഈക്വൽ ടു 15. വെൻ എക്സ് ഈക്വൽ 1 ഏതാണ് ടാലി ആകുന്നത് നോക്കുക. 2 × 1 + 3 അപ്പോൾ 5 നോട്ട് ഈക്വൽ ടു 15. രണ്ട് ഈക്വൽ LHSഉം RHSഉം ഈക്വലായിട്ട് വരുന്നത് വരെയും ചെയ്യണം. വെൻ എക്സ് ഈക്വൽ ടു 2, 2 × 2 + 3 ഈക്വൽ 7 നോട്ട് ഈക്വൽ ടു 15. വെൻ എക്സ് ഈക്വൽ 3, 2 × 3 + 3 9 നോട്ട് ഈക്വൽ ടു 15. വെൻ എക്സ് ഈക്വൽ 4, 2 × 4 + 3 equal 11 not equal to 15. When x equal 5, 2 × 5 + 3 13 not equal to 15. When x equal 6, 2 × 6 + 3 ഇപ്പോൾ 15 equal 15. അപ്പോൾ ഏതാണ് എക്സിൻ്റെ വാല്യൂ വരുന്നത്? x equal 6 is the solution. ഒന്ന് റിവൈസ് ചെയ്യുന്നതാണിത്, മറന്നു പോകാതിരിക്കാൻ. ഇത് ആൾജിബ്ര വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഒന്നുകൂടെ ടീച്ചർ റിവൈസ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ അറിയാലോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നെക്സ്റ്റ് ബാലൻസിങ് മെത്തേഡ്. ബാലൻസിങ് മെത്തേഡ്. x - 5 = 12. നമ്മൾ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ. x - 5 + 5 = 12 + 5. x equal 17. 5 5 ക്യാൻസൽ, x equal 7. ഇതാണ് ബാലൻസിങ് മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്താണ്? ട്രാൻസ്പോസിങ് മെത്തേഡ്. ഈ ഭാഗത്തു നിന്ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ബാലൻസിങ് മെത്തേഡ് തന്നെയാണ് അതും. ട്രാൻസ്പോസിങ് മെത്തേഡ്. To get solution of an equation by transposing method, we transpose the term from one side of another while transposing terms from one side to another. അതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. To get solution of an equation by transposing method, we transpose the term from one side to one side of another. അങ്ങനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു സൈഡിൽ നിന്ന് അഡിഷൻ ബിക്കം സബ്ട്രാക്ഷൻ, സബ്ട്രാക്ഷൻ ബിക്കം അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ബിക്കം ഡിവിഷൻ, ഡിവിഷൻ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ആവും. ടു ഗെറ്റ് സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ ബൈ ട്രാൻസ്പോസിങ് മെത്തേഡ് വി ട്രാൻസ്പോസ് ദി ടേം ഫ്രം വൺ സൈഡ് ഓഫ് അനദർ. അപ്പോൾ അങ്ങനെ അഡിഷൻ നോക്കിയേ. അതിനൊരു എക്സാമ്പിൾ x - 3 = 5. നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ x - 3 ആണ് അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ 5 + 3. ആ ബാലൻസിങ് മെത്തേഡിന് എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡ്. x = 8. ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഓപ്പോസിറ്റ് സൈൻ എടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ x - 5 = -2. അപ്പോൾ ട്രാൻസ്പോസ് ടു -5. അപ്പോൾ x = -2, -5 അപ്പുറത്തോട്ട് വരുമ്പോൾ +5. x = 3. ഇപ്പോൾ 4x = 20. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. x = 20/4, 5. x = 5. ഇങ്ങനെ ക്വിക്കായിട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നതാണ് ട്രാൻസ്പോസിങ് മെത്തേഡ്. ഇപ്പോൾ 3x/4 = 3. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3x = 3 × 4. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. 3x = 12. ദെൻ മൾട്ടിപ്ലിക്കേഷൻ എന്താവും? ഡിവിഷൻ ആവും. 12/3, 4. x = 4. ഇങ്ങനെ ക്വിക്കായിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ട്രാൻസ്പോസിങ് മെത്തേഡ്. ഇനി അടുത്തത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നതുപോലെ തന്നെയാണ്.
യൂസിങ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർമുലാസ് ആൻഡ് റൂൾസ്. നമ്മൾ ആദ്യം ഫോർമുലാസ് ചെയ്താൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഓഫ് എ ഇക്വേറ്റർ ട്രയാങ്കിൾ. ട്രയാങ്കിൾ പെരിമീറ്റർ ഓഫ് ഇക്വേറ്റർ ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം L + L + L എന്താണ് 3L. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ 4 ഇൻറ്റു സൈഡ് 4A. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇതാണ് അതിൻ്റെ റൂൾസ് ഓഫ് പാറ്റേൺ. ഇനി അടുത്തത് റൂൾസ് ഓഫ് പാറ്റേൺ നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞു തന്നു, പി വെച്ചും സ്ക്വയർ വെച്ചും ഒക്കെ കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ റൂൾസ് കണ്ടുപിടിക്കാനുള്ളത് നോക്കിയേ. പാറ്റേൺ ഇപ്പോൾ പി ആണെങ്കിൽ അതിൻ്റെ റൂൾ എത്രയായിരിക്കും നോക്കിയേ. ഇതിൻ്റെ റൂൾ പറഞ്ഞേ. ഫസ്റ്റിൽ 1 2 3 4 5, ഇതിൽ 5, ഹിയർ 9. ഒന്ന് കോമൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെ വരും? കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ പഠിച്ചു മാച്ച് സ്റ്റിക്ക് പാറ്റേണിൽ. അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? 4n + 1, 4n + 1. ഇപ്പോൾ H ആണെങ്കിലോ 1 എത്ര മാച്ച് സ്റ്റിക്ക് ഉണ്ട്? 1 2 3 4 5, ഹിയർ 8. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റൂൾ വരുന്നത്? 3 മാച്ച് സ്റ്റിക്സ് എല്ലാത്തിലും ഉണ്ട്. 3n + 2, 2 എണ്ണം കോമൺ ആയിട്ടാണ് വരുന്നത്. 3 മാച്ച് സ്റ്റിക്സ് എല്ലാത്തിലും ഉണ്ട്, 2 എണ്ണം കോമൺ ആയിട്ട് വരും, ഇതും ഇതും. അപ്പോൾ 3n + 2 ഇങ്ങനെ വെച്ച് റൂൾസ് എഴുതാനും നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, ഇതിൽ ഈ ലെസൺ ആൾജിബ്ര കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ധാരാളം പ്രോബ്ലംസ് പ്രാക്ടീസ് ബുക്സ് നിങ്ങളെല്ലാം ഉണ്ട്. അത് വെച്ച് ധാരാളം പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ധാരാളം ചെയ്ത് നോക്കണം. ആൾജിബ്ര വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വർഷമൊക്കെ മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസും ആൾജിബ്രയിലാണ്. നെക്സ്റ്റ് ലെസൺ എക്സ്പോണൻറ്റ്സ് ആൻഡ് പവർ. എക്സ്പോണൻറ്റ്സ് ആൻഡ് പവേഴ്സ് ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അല്ലേ? എക്സ്പോണൻറ്റ്സ് ആൻഡ് പവേഴ്സ്. എന്താണ് എക്സ്പോണൻറ്റ്സ് നോക്കാം. വെൻ എ നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സെൽഫ് സെവറൽ ടൈംസ് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ഇൻ ഷോർട്ട് ഫോം യൂസിങ് എക്സ്പോണൻറ്റ്സ്. എന്താണ് എക്സ്പോണൻറ്റ്സ്? വെൻ എ നമ്പർ, ഒരു നമ്പറിനെ ഈസ് മൾട്ടിപ്ലൈ ഇറ്റ്സെൽഫ് സെവറൽ ടൈംസ്, പല പ്രാവശ്യം ഒരു നമ്പറിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. multiplied by itself several times. It can be written in short form using exponents. Example നോക്കിയേ. 2 × 2 × 2 × 2. അപ്പോൾ എങ്ങനെ എഴുതും? എക്സ്പോണൻറ്റ് ഫോമിൽ 2നെ തന്നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 × 2 × 2 × 2. അപ്പോൾ 2 റൈസ് ടു 4. ഇങ്ങനെ എഴുതിയാണ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. 2 റൈസ് ടു 4. ഹിയർ 2 റൈസ് ടു 4 ഈസ് കാൾഡ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ. ആർ പവർ ഫോം, ആർ പവർ എന്നും പറയാം. 2 പവർ 4. ഇപ്പോൾ 2 റൈസ് ടു 4 എന്നത് നമ്മളിപ്പം എഴുതി. 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 2 റൈസ് ടു 4. ഇതിൽ ഹിയർ 2 ഈസ് കോൾഡ് ബേസ്, കോൾഡ് ദി ബേസ്. 2നെ ബേസ് എന്ന് പറയും. ആൻഡ് 4 ഈസ് ദി പവർ. And 4 is the power or exponent. എങ്ങനെയാണ് ഇത് വായിക്കുന്നത്? It is read as 2 raised to the power 4. 2 raised to the power 4.
ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? 2 റൈസ് ടു ദി പവർ 4. ഇങ്ങനെയാണ് എക്സ്പോണൻറ്റ് ഫോമിൽ വായിക്കുന്നത്. എന്നുവെച്ചാൽ എക്സ്പോണൻറ്റ് ഈസ് ദി നമ്പർ വിച്ച് ഈസ് റൈസ് ടു ദി ബേസ്. ബേസിന് റൈസ് ആയിട്ട് പവറായിട്ട് എഴുതുന്നതാണ് എക്സ്പോണൻറ്റ് ഫോം. ഫസ്റ്റ് ഓക്കെ, എക്സ്പ്രസ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ. എക്സ്പ്രസ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം 3 × 3 × 3. അപ്പോൾ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എങ്ങനെ എഴുതും? എത്ര 3 ഉണ്ട്? 3 3s are there. 3 റൈസ് ടു 3. 7 × 7 × x × x. അപ്പം എത്ര 7 ഉണ്ട്? 2 7s are there. അപ്പോൾ 7 റൈസ് ടു 2 ഇൻറ്റു x റൈസ് ടു 1 2. x റൈസ് ടു 2. a × a × a × b × b. ഇതെങ്ങനെയാണ് എഴുതുക? എത്ര a ഉണ്ട്? 3 a's are there. a റൈസ് ടു 3 ഇൻറ്റു b റൈസ് ടു 2. ഇങ്ങനെയാണ് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുന്നത്. ഇപ്പം -2 × -2 × -2. അപ്പോൾ ഇതിൽ ബേസ് എന്ന് പറയുന്നത് -2 തന്നെയാണ്. എത്ര -2 ഉണ്ട്? 3. -2 റൈസ് ടു 3. എക്സ്പോണൻഷ്യൽ ഫോം മനസ്സിലായല്ലോ. അടുത്തത് ഫൈൻഡ് ദി വാല്യൂ. എങ്ങനെയാണ് വാല്യൂ കാണണമെന്ന് നോക്കിയേ. 2 റൈസ് ടു 5. എങ്ങനെയാണ്? 2നെ 5 ടൈംസ് മൾട്ടിപ്ലൈ എന്നാണ് 2 റൈസ് ടു 5 എന്ന് പറയുന്നത്. അപ്പോൾ 2 × 2 × 2 × 2 × 2. 5 ടൈംസ് 2 എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 2 2s are 4, 4 2s are 8, 8 2s are 16, 16 2s are 32. Is the answer. 5 raised to 3 means 5 × 5 × 5. 5 × 5 25, 25 × 5 125. 10 raised to 3, 10 × 10 × 10. എത്രയാണ് അപ്പം? 10നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പോൾ 1000. ഇപ്പോൾ -4 റൈസ് ടു 3. -4നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. -4 × -4 × -4. എത്ര? -4 × -4 16. 16 × 4 64. അപ്പോൾ നെഗറ്റീവ് സൈൻ. 3 ആയിട്ട് ഓടാണ്. -3 എണ്ണം ഉണ്ട്. അപ്പോൾ മൈനസ് വരും. ആൻസറിൽ മൈനസ് വരും. ഇപ്പോൾ 2 ക്യൂബ് × 3 സ്ക്വയർഡ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 3നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 × 2 4, 4 2s are 8, 8 3s are 24, 24 3s are 72. ഇങ്ങനെ വേണം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ. നെക്സ്റ്റ് കമ്പയർ. ഏതാണ് ബിഗ് എന്ന് കണ്ടുപിടിക്കാൻ. 2 ക്യൂബ് ആൻഡ് 3 സ്ക്വയർ വിച്ച് വൺ ഈസ് ബിഗ്? ഫസ്റ്റ് 2 ക്യൂബ് 2 × 2 × 2 എത്രയാണ്? 8. 3 സ്ക്വയർഡ് 3 × 3 എത്രയാണ്? 9. വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? 9 ഈസ് ഗ്രേറ്റർ ദാൻ 8. അപ്പം 2 ക്യൂബ് ഈസ് ലെസ് ദാൻ 3 സ്ക്വയർ. 2 ക്യൂബ് × 3 സ്ക്വയർ ആൻഡ് 3 ക്യൂബ് × 2 സ്ക്വയർ വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? ഫസ്റ്റ് നമ്മൾ 2 ക്യൂബ് × 3 സ്ക്വയർ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 2 ക്യൂബ് മീൻസ് 2 × 2 × 2 × 3 × 3 എത്രയാണ്? 2 2s are 4 2s are 8, 8 3s are 24, 3s are 72. Then 3 ക്യൂബ് × 2 സ്ക്വയർ. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 3 × 3 × 3 × 2 × 2. 3 3s are 9, 9 3s are 27, 27 2s are 54, 54 2s are 108. അപ്പോൾ ഇതിലേതാണ് ബിഗ്? 108 ഈസ് ഗ്രേറ്റർ ദാൻ 72. അപ്പോൾ 108 ഏതിലാണ് വരുന്നത്? 3 ക്യൂബ് × 2 സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 2 ക്യൂബ് × 3 സ്ക്വയർ. അല്ലെങ്കിൽ 2 ക്യൂബ് × 3 സ്ക്വയർ ഈസ് ലെസ് ദാൻ 3 ക്യൂബ് × 2 സ്ക്വയർ. ഇനി അടുത്തത് എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് ആക്കാനായിട്ട്. എക്സ്പ്രസ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. എക്സ്പ്രസ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. ഇപ്പോൾ 27 എന്നിരിക്കും.
അതിന് എക്സ്പോണൻഷ്യൽ ഫോമിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 3ൻ്റെ ടേബിളിൽ 9 3s are 27, 3 3s are 9. അപ്പോൾ 3 × 3 × 3. അപ്പോൾ എത്ര 3s are there? 3 raised to 3. അപ്പോൾ 343. എന്ത് ചെയ്യണം? 343നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 343 ഏതിൽ പോവും? 3ൽ പോവില്ല. അപ്പോൾ 7ൽ മാത്രമേ പോകത്തുള്ളൂ. 7ൽ 34 എത്ര ടൈംസ്? 4 7s are 28. ബാക്കി 6 63. 9 7s are 63. 7 7 7 × 7 × 7. അപ്പോൾ 7 raised to 3. 16/25. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ എങ്ങനെ എഴുതും നമ്മൾ? ഫസ്റ്റ് 16 നമ്മൾ 2 കൊണ്ട് കാണും. 8 2s are 16 പ്രൈം ഫാക്ടറൈസേഷൻ. 4 2s are 8 പ്രൈം നമ്പർ കൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യണം. 2 2s are 4 ഈക്വൽ 2 × 2 × 2 × 2. ദെൻ 25 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 5 5s are 25 by 5 × 5. ഇറ്റ് മീൻസ് 2 raised to 4/5 raised to 2. ഒന്നുകൂടെ പറഞ്ഞുതരാം. 32/625. അപ്പോൾ 32 ആദ്യം കാണുക. 2 ഉണ്ട്. 1 2 is 2 12. 6 2s are 12. 2 8 2s are 16. 4 2s are 8. 2 2s are 4. അപ്പോൾ 2 × 2 × 2 × 2 × 2 by 625. 5 ഉണ്ട്. 1 5 is 5. 12. 2 5s are 10. 25. 5 5s are 25. Then 5 ഉണ്ട്. 2 5s are 10. 25. 5 5s are 25. 5 5. 5 × 5 × 5 × 5. അപ്പോൾ അങ്ങനെ 2 എത്ര 2 ഉണ്ട്? 1 2 3 4 5. 2 raised to 5/5 raised to 4. That's the answer. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ അറിയാമല്ലോ. പ്രൈം ഫാക്ടറൈസേഷൻ തന്നാലും നമ്പർ തന്നാലും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതിയാൽ മതി. കമ്പാരിസണും അറിയാം. ദ സിംപ്ലിഫൈ. സിംപ്ലിഫൈ ചെയ്യുന്നത് നോക്കിയേ. 7 squared × 2 squared. അപ്പോൾ 7 squared എന്ന് പറയുമ്പോൾ 7 × 7 × 2 × 2. 7 7s are 49. 49 × 2 49 × 4 അല്ലേ? 2 2s are 4. 4 9s are 36. Remainder 3. 4 4s are 16 + 3 19. 196. സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ലാസ് പഠിക്കാം. ലാസ് ഓഫ് എക്സ്പോണൻസ്. ഇതൊക്കെ ക്വിക്കായിട്ട് ചെയ്യണതിന് കുറച്ച് ലാസ് ഉണ്ട്. ആ ലാസ് അത്രയും പഠിക്കാം. അല്ലേ? ഫസ്റ്റ് ലാ നോക്കിയേ. a raised to m × a raised to n equal a raised to m plus n. a raised to m × a raised to n equal a raised to m plus n. ഇപ്പോൾ 2 raised to 3 × 2 raised to 4. ഇപ്പോൾ എന്ത് ചെയ്യണം? ബേസ് രണ്ടും സെയിം ആക്കിയിട്ട് പവേഴ്സ് രണ്ടും ആഡ് ചെയ്താൽ മതി. അതാണ് ലാസിൻ്റെ ഉപയോഗം. 2 raised to 7. 2നെ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അടുത്തത് നോക്കിക്കോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. 12 raised to 17 × 12 raised to 5. ഇപ്പോൾ ഏത് ഫോർമുല വന്നിരിക്കുന്നത്? a raised to m. പ്രോബ്ലം കാണുമ്പം ഏത് ഫോർമുലയാണ് അപ്ലൈ ചെയ്യാനുള്ളതെന്ന് മനസ്സിൽ വരണം. ഇപ്പോൾ നോക്കി രണ്ട് ബേസും സെയിം. a raised to m × a raised to n. a raised to m plus n. അപ്പോൾ a raised to m plus n. 12 raised to 17 plus 5. 12 raised to 22. 12 raised to 22. Minus 3 raised to 8 × minus 3 raised to 3. എങ്ങനെ ചെയ്യും? മൈനസ് 3 raised to a raised to m × a raised to n plus n. m plus n 3. മൈനസ് 3 raised to 11. ഫസ്റ്റ് ലോ ക്ലിയർ ആയല്ലോ. ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. m raised to 3 × m raised to 5. m raised to 3 plus 5. m raised to 8. അപ്പോൾ ഫസ്റ്റ് ലോ ക്ലിയർ ആയെന്ന് തോന്നുന്നു. a raised to m × a raised to n equal a raised to m plus n. അടുത്ത സെക്കൻഡ് ലോ.
a raised to m divide a raised to n equal a raised to m minus n. a raised to m divide a raised to n equal a raised to m minus n. അടുത്തല്ല നോക്കിയേ 3 raised to 5 divide 3 raised to 3. 3 raised to 5 minus 3. 3 raised to 2. അല്ലെങ്കിൽ നോക്കിയേ 7 raised to 9 by 7 raised to 7. ഇങ്ങനെ എഴുതാം. ആണ് രണ്ട് മെത്തേഡും പറഞ്ഞു തന്നത്, രണ്ട് ഇതിൽ. അപ്പം a raised to m minus n, 7 raised to 9 minus 7 equals 7 raised to 2. p raised to 25 divide p raised to 17. a raised to m divide a raised to n equal a raised to m minus n. അപ്പോൾ 25 minus 17. അപ്പോൾ p raised to 8. 2 by 5 raised to 10 divide 2 by 5 raised to 6. അപ്പോൾ എന്താണ് ബേസ്? 2 by 5. 2 by 5 raised to 10 minus 6 means 2 by 5 the whole raised to 4. അപ്പോൾ സെക്കൻഡ് ലാ മനസ്സിലായല്ലോ. തേർഡ് ലാ a raised to m the whole raised to n. ശ്രദ്ധിച്ചോളണം, a raised to m the whole raised to n equal a raised to mn. mn means m into n. നോക്കിയേ 2 raised to 3 the whole raised to 2. അപ്പോൾ 2 raised to 3 into 2 equal 2 raised to 6. 5 raised to 3 the whole raised to 4. 5 raised to 3 into 4, 5 raised to 12. a raised to m the whole raised to n, ഈ ബ്രാക്കറ്റിനെ whole raised to n, a raised to mn. minus 3 raised to 5 the whole raised to 2. അപ്പോൾ minus 3 raised to 5 into 2 minus 3 raised to 10. ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഇതറിയാമല്ലോ. ഒരെണ്ണം കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. 2 by 7 whole raised to 7. 2 by 7 the whole raised to 7 the whole raised to 5. 2 by 7 raised to 7 the whole raised to 5. അപ്പം 2 by 7 whole raised to 7 into 5. 2 by 7 whole raised to 35. That's the answer. a raised to m the whole raised to n means a raised to mn. mn means m into n. നെക്സ്റ്റ് ലാ തേർഡ് ലാ. തേർഡിൽ നമ്മൾ 3 ലാ പഠിച്ചു അല്ലേ. നെക്സ്റ്റ് ഫോർത്ത് ലാ. a raised to m into b raised to m equal a into b the whole raised to m. a raised to m into b raised to m equal a into b the whole raised to m. 2 raised to 5 into 3 raised to 5. But 2 into 3 the whole raised to 5. It means 6 raised to 5. അല്ലേ. minus 3 raised to 7 into minus 6 raised to 7. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? minus 3 into minus 6 raised to 7. minus 3 into minus 6, minus 3 into minus 6, 18 raised to 7. രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ ആ ഫോർമുല അറിയാമല്ലോ. ഈ ഫോർമുല എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചോളണേ. അടുത്ത ഫിഫ്ത്ത് ലാ. a raised to m divide b raised to m. a raised to m divide b raised to m equal a by b the whole raised to m. a raised to m divide b raised to m equal a by b the whole raised to m. നോക്കിയേ 2 raised to 3 divide 5 raised to 3. അപ്പോൾ 2 by 5 the whole raised to 3. 3 raised to 5 divide 4 raised to 5. അപ്പോൾ 3 by a by b by the whole raised to m. m means 5. minus 15 raised to 5 divide 3 raised to 5. ഇങ്ങനെ എഴുതും. minus 15 by 3 the whole raised to 5. It means 5. minus 5 the whole raised to 5. That's the answer. Next law. a raised to 0 equal 1. Where is a is any non-zero integer. a raised to 0 equal 1. It means
5 raised to 0 equal 1. ഏതൊരു നമ്പറിൻ്റെ മുകളിൽ 0 വന്നാൽ അതിൻ്റെ ആൻസർ 1. 100 raised to 0 1. Minus 20 raised to 0 1. അല്ലേ? ഏതൊരു നമ്പറിൻ്റെ മുകളിൽ 0 വന്നാൽ 1. ആൻസർ ഈസ് 1. ഇത്രയും ലാസ് ഞങ്ങൾ പഠിച്ചു അല്ലേ? ഇനി ഈ ലാസ് വെച്ചിട്ടാണ് ഇനി അടുത്ത പ്രോബ്ലംസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്ന് നോക്കിയേ. ഈ ലാസ് എല്ലാം അപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്യണം. ഒരു പ്രോബ്ലം ചെയ്യുമ്പം ഏത് ലാസാണ് വരുന്നത് അത് അപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ. ഇപ്പോൾ -8 whole raised to 3 whole raised to 4. -8 raised to 3 the whole raised to 4. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ അറിയാം a raised to m the whole raised to n equal a raised to mn. ഫോർമുല ഓരോന്നിലും എഴുതി ചെയ്താൽ നിങ്ങൾക്ക് ഫോർമുല ഫെമിലിയർ ആവും. അപ്പം -8 raised to 3 into 4 -8 raised to 12. 5 raised to the whole raised to 3 into 5 raised to 4. ഇതിൽ രണ്ട് ലാസ് വരും. ഫസ്റ്റ് a raised to m the whole raised to n equal a raised to mn. അപ്പോൾ 5 raised to the whole raised to 3 equal 5 raised to 2 into 3 5 raised to 6. ഇനി അടുത്ത് 5 raised to 6 into 5 raised to 4. ഇതേത് ഫോർമുല? a raised to m into a raised to n equal a raised to m plus n. അപ്പോൾ 5 raised to 6 plus 4 equal 5 raised to 10 is the answer. അപ്പോൾ രണ്ട് ഫോർമുലയാണ് ഈ പ്രോബ്ലത്തിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫോർമുലയും ഫസ്റ്റ് ഫോർമുല a raised to m the whole raised to n equal a raised to mn. അടുത്ത a raised to m into a raised to n equal a raised to m plus n. രണ്ടും അപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ. ഇപ്പോൾ നോക്കിയേ, x squared the whole raised to 3 divide x raised to 2 the whole raised to 2. ഇതിലും രണ്ട് ഫോർമുല വരും. നോക്കിയേ ഏതൊക്കെയാണ്? ആദ്യം a raised to m the whole raised to n equal a raised to mn. x raised to 2 the whole raised to 3 means a raised to mn എന്നുള്ള x raised to 2 into 3 divide x raised to 2 into 2. x raised to 6 divide x raised to 4. a raised to m divide a raised to n equal a raised to m minus n. അടുത്ത ഫോർമുല. അപ്പോൾ x raised to 6 divide x raised to 4 equal x raised to 6 minus 4. It means x raised to 2 is the answer. ഇനി ഈ ഫോർമുല ഞാൻ എഴുതില്ല, നിങ്ങൾ മനസ്സിൽ ഓരോന്നും എഴുതി ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി അടുത്ത നോക്കിയേ, സിംപ്ലിഫൈ. ഇതെല്ലാം കൂടി ചേർന്ന് സിംപ്ലിഫൈ ചെയ്യാൻ. ഈ ഫോർമുല എല്ലാം അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ. 5 raised to 5 into 5 raised to 3 by 625. അപ്പോൾ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഇതും 5ൻ്റെ ഇതായിട്ട് കൊണ്ടുവരണം. 5 raised to 5 into 5 raised to 3 by 625. 5 കൊണ്ട് 1 5 is 5, 12, 2 5s are 10, 25. Then 5 കൊണ്ട് 2 5s are 10, remainder 2, 25, 5 5s are 25. 5 5. അപ്പം എത്ര 5 ഉണ്ട്? 4 5. 5 raised to 4. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഫോർമുല വരും. a raised to m into a raised to n, a raised to m plus n, 5 raised to 5 plus 3 by 5 raised to 4. It means 5 raised to 8 by 5 raised to 4. അടുത്ത ഫോർമുല ഏതാ വരുന്നത്? a raised to m by a raised to n equal a raised to m minus n. 5 raised to 8 minus 4 equal 5 raised to 4. ഫോർമുല നന്നായിട്ട് ഫെമിലിയർ ആയാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ക്വിക്കായിട്ട് ചെയ്ത് വരികയും വേണം. നോക്കിയേ, 27 സ്ക്വയർഡ് ബൈ 3 raised to 5. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ. 27 raised to 2. അപ്പോൾ 27 ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 9 3 3. അപ്പോൾ എത്രയാണ്? 27 3 ക്യൂബ്. 27 raised to 2. അപ്പോൾ 3 ക്യൂബ് raised to 2. ഈ 27 ആണ് നമ്മൾ 3 ക്യൂബ്. അത് raised to എന്ന് പറയുമ്പം ഹോൾ raised to 2 by 3 raised to 5. അപ്പോൾ ഇതിലും രണ്ട് ഫോർമുല വരും. a raised to m the whole raised to n equal a raised to mn. 3 raised to 3 into 2 by 3 raised to 5, which means 3 raised to 3 into 2 6 by 3 raised to 5. അപ്പം a raised to m by a raised to n means a raised to m minus
n. It means 6 minus 5. അപ്പോൾ 3 raised to 1. ഒന്നുകൂടെ പറഞ്ഞുതരാം. 5 raised to 4 into 125 by 625. The whole square. ഇതൊക്കെ പണ്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അതേ മോഡൽ നിങ്ങളെ ടെസ്റ്റിലുണ്ട്. ടെസ്റ്റിലുള്ളത് നിങ്ങൾ ചെയ്യുക. ടഫായിട്ടുള്ളതൊക്കെ ടീച്ചർ ചെയ്ത് പറഞ്ഞിരുന്നു. നോക്കിക്കേ, ഇതിൽ 5 raised to 4 into 125 പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 2 5s are 10, ബാക്കി 25, 5 5s are 25, 5. അപ്പോൾ എത്ര 5 ഉണ്ട്? 3 5. അപ്പോൾ 5 raised to 3 by 625. 625നെ പ്രൈം ഫാക്ടറൈസേഷൻ. 1 5 is 5, റിമൈൻഡർ 1, 12, 2 5s are 10, 25, 5 5s are 25. അടുത്ത 5, 25, 5, 5. അപ്പോൾ 5 raised to 4. ഇത് ഇവിടെ ഹോൾ റൈസ് ടു 2 അത് കളഞ്ഞേക്കല്ലേ. ഹോൾ റൈസ് ടു 2. അപ്പോൾ ഇതിലാദ്യം നമ്മൾ രണ്ട് ഫോർമുല വരും. ആദ്യം 3 ഫോർമുല ഇതിൽ വരും. ഫസ്റ്റ് നമുക്ക് ഇതാദ്യം സിംപ്ലിഫൈ ചെയ്യാം. 5 raised to 4 into 5 raised to 3. 5 raised to 4 into 5 raised to 3 means a raised to m into a raised to n. a raised to m plus n. അപ്പോൾ 5 raised to 4 plus 3 by 5 raised to 4 the whole raised to 2. 5 raised to 7 by 5 raised to 4 the whole raised to 2. whole raised to 2 അവിടെ കിടക്കട്ടെ. അടുത്ത എന്തോന്ന് ഫോർമുല വരുന്ന? a raised to m by a raised to n equal a raised to m minus n. 5 raised to 7 minus 4 the whole raised to 2. 5 raised to 7 minus 4 means 5 raised to 3 the whole raised to 2. അപ്പോൾ ഇവിടെ ഫോർമുല ഏതാ വരുന്നത്? a raised to m the whole raised to n equal a raised to mn. 5 raised to 3 into 2. 5 raised to 6 is the answer. ആദ്യം ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് 5ൻ്റെ ബേസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഓരോ ഫോർമുലയും അപ്ലൈ ചെയ്താൽ മതി. ക്യുക്കായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞുതരാം. എവാലുവേറ്റ്, സിംപ്ലിഫൈ തന്നെയാണ് എവാലുവേറ്റും. 8 into 2 raised to 6 by 64 into 4. ഇതെല്ലാം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ചെയ്യണം. ഫസ്റ്റ് 8ന് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 4 2s are 8, 2 2s are 4. 2 raised to 3 into 2 raised to 6 by 64നെ 2ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആക്കുക. 3 2s are 6, 2 2s are 4. 1 2 is to 12, 6 2s are 12. 2 8, then 2 4, 2 2. എത്ര 2 ഉണ്ട്? 1 2 3 4 5 6. 2 raised to 6 into 4നാണെങ്കിലോ 2 into 2. 2 raised to 2. ഇത്രയും അത് ചെയ്തിട്ട് വേണം നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാൻ. ഇതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാൻസലേറ്റ്, ഇതിൽ നമുക്ക് എവാലുവേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ക്യാൻസലേഷൻ. അപ്പോൾ 2 raised to 6 ഹിയർ ആൾസോ 2 raised to 6 ക്യാൻസൽ ചെയ്യാം. ദെൻ 2 raised to 3 by 2 raised to 2. ഇനി ഫോർമുല അറിയാം. a raised to m by a raised to n. a raised to m minus n. 3 minus 2. 2 raised to 1 is the answer. 2 raised to 1 means 2 തന്നെയാണ്. എന്നോട് പറഞ്ഞുതരാം. 3 raised to 2 into 9 into 7 raised to 4 by 49 into 63. 3 squared into 9 നിങ്ങൾക്കറിയാം 3 into 3. അപ്പോൾ 3 squared into 7 raised to 4 by 49 അറിയാം 7 squared into 63. നോക്കിയേ 63ൽ എത്ര 7 ഉണ്ടെന്ന് നോക്കിയേ. 7 9 7s are 63. Then 3 into 3. അപ്പോൾ 7 into 3 squared. 63 എന്നുള്ളത് 7 into 3 squared. ഇവിടെ ഒരു 3 squared ഉണ്ട്, ഇവിടെ ഒരു 3 squared. ക്യാൻസൽ ചെയ്യാം. ബാക്കി ഒരു 3 squared into 7 raised to 4 by 7 squared into 7 raised to 7 എന്ന് പറയുന്നത് 7 raised to 1. അപ്പോൾ 7 raised to 3. 3 squared into 7 raised to 4 by 7 raised to 3. അടുത്തത് 3 squared into a raised to m by a raised to n.
7ഉം 7ഉം ഇവിടെ ഉണ്ട്. അപ്പോൾ a raised to m by a raised to n equal a raised to m minus n. 7 raised to 4 minus 3. Which means 3 squared into 7 raised to 4 minus 3 means 7. എവാലുവേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ്പോണൻറ്റ് ഫോമിൽ മാത്രം എഴുതാതെ മൾട്ടിപ്ലൈ കൂടെ ചെയ്തത്. 3 into 3, 3 square means 3 into 3, 9. 9 into 7, 63 is the answer. അടുത്തത് സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. സിംപ്ലിഫൈ ചെയ്ത് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണം. സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. Simplify and express in exponential form. Okay. 5 squared into 25 into 3 cube by 15 into 9. Okay. 5 squared into 25 എന്ന് പറയുന്നതും 5 squared. 5 into 5 ആണ്. into 3 cube by 15 എന്ന് പറയുന്നത് 3 into 5. ഇൻറ്റു 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ. ഇനി നോക്കിയേ, 5 സ്ക്വയർഡ് ഇൻറ്റു 5 സ്ക്വയർഡ് ഇൻറ്റു 3 ക്യൂബ് ബൈ 5 ഇൻറ്റു 3 ക്യൂബ്. 3യും 3യും 3 ക്യൂബ് എന്ന് വെച്ചാൽ 2 + 1 3. അടുത്ത ഇവിടെ 5 raised to 4 into a raised to m into a raised to n, a raised to m plus n. 5 raised to 4 into 3 cube by 5 into 3 cube. 3 ക്യൂബും 3 ക്യൂബും ക്യാൻസൽ ചെയ്യും. ഇവിടെ ഒരു 5 ഉള്ളൂ. അപ്പോൾ ഇവിടെ a raised to m by a raised to n equal a raised to m minus 1. 5 എന്ന് പറയുന്നത് 5 raised to 1, 4 minus 1. 5 raised to 3 means 5 into 5 into 5 equal 125 is the answer. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമെന്ന് പറഞ്ഞാൽ 5 ക്യൂബ് വരെ എഴുതിയാലും മതി. അതിന് എവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. a raised to 5 by a raised to 3 into a raised to 8. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ. a raised to 5 by a raised to 3, a raised to 5 minus 3 into a raised to 8. a raised to 5 minus 3 എന്ന് പറയുന്നത് എന്താ വെച്ചാൽ a raised to m by a raised to n, a raised to m minus n, 5 minus 3. അപ്പോൾ a raised to 5 minus 3, a raised to 2 into a raised to 8. Then a raised to m into a raised to n, a raised to m plus n, a raised to 10 is the answer. ഇനി നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കാണാനായിട്ട് നിങ്ങൾ എക്സാമിനൊക്കെ ഉണ്ടാവും. ആ ടൈപ്പും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. 2 raised to x into 2 raised to 3 equal 2 raised to 10. എക്സിൻ്റെ വാല്യൂ കാണാൻ. അപ്പോൾ നമുക്കിത് കണ്ടാലേ അറിയാം. a raised to m into a raised to n equal a raised to m plus n. അപ്പോൾ 2 raised to x plus 3 equal 2 raised to 10. Then equating powers. x plus 3 equal 10. x equal transpose to 3. 10 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 10 minus 3, x equal 7 is the answer. 5 raised to 2 the whole raised to x equal 5 raised to 6. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ നിങ്ങൾക്കറിയാം a raised to m the whole raised to n, a raised to mn. 5 raised to 2x equal 5 raised to 6. ഇനി equating powers. 2x equal 6. x equal 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ 6 by 2. x equal 3. 3 by 8 divide 3 raised to 5 equal 3 raised to x. a raised to m divide a raised to n. a raised to m minus n by 8 minus 5. Then 3 raised to x. 3 raised to 3 equal 3 raised to x. Then equating powers. x equal 3 is the answer. അപ്പോൾ ലാസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാനുള്ള സിംപ്ലിഫൈയും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇതുപോലെ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനും ഒക്കെ. ഇനി അടുത്തത് എക്സ്പാൻഡഡ് ഫോം.
യൂസിങ് എക്സ്പൊണൻസ്. എക്സ്പൊണൻസ് ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡഡ് ഫോം. expanded form using exponents. നോക്കിയേ, അത് നമുക്കറിയാം, കൊച്ചു ക്ലാസ്സുകളിൽ മുതൽ എക്സ്പാൻഡഡ് ഫോം പഠിക്കുന്നുണ്ട്. ഇത് എക്സ്പൊണൻറ്റ് ഫോമിൽ എങ്ങനെ എഴുതും? 4 ഇൻറ്റു എത്ര ഉണ്ട്? 1 2 10 റൈസ് ടു വേണം എഴുതാൻ. നമ്മൾ 4 ഇൻറ്റു 1 1 10 100 1000 10,000 ലാക്ക്. അപ്പോൾ 4 ഇൻറ്റു 1 ലാക്ക്, 4 ഇൻറ്റു ലാക്ക്. അപ്പോൾ ഇത് എത്ര പ്ലേസസ് ഉണ്ടോ അത് റൈസ് ടു 10 റൈസ് ടു 5 പ്ലസ് 5 ഇൻറ്റു 10 റൈസ് ടു 4 പ്ലസ് 3 ഇൻറ്റു 1 പകരം 10 റൈസ് ടു 0. 9 0 0 0 5. എങ്ങനെ എഴുതും? 9 ഇൻറ്റു 10 റൈസ് ടു 1 2 3 4 5 6 പ്ലസ് 5 ഇൻറ്റു 10 റൈസ് ടു 1 പകരം 0. ദാറ്റ് മീൻസ് 5 തന്നെയാണ്. ഏത് എ റൈസ് ടു 0 ഈക്വൽ 1. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ. ഇനി റൈറ്റ് ദി നമ്പർ. നമ്പർ എങ്ങനെ എഴുതുന്നത് നോക്കിയേ. 9 ഇൻറ്റു 10 റൈസ് ടു 7 പ്ലസ് 5 ഇൻറ്റു 10 റൈസ് ടു 0. അപ്പം 9 ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് എത്ര സീറോസ് വരണം? 6 സീറോസ്. 1 2 3 4 5 6 ദെൻ 5. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഫോം. Standard form. Express a number as a decimal number between 1 and 10, including 1 multiplied by a power of 10 is called the standard form or scientific notation. എങ്ങനെയാണെന്ന് നോക്കിയേ. Expressing number as a decimal number between 1 and 10, including 1 multiplied by a power of 10 is called the standard form. Standard form or scientific notation. Scientific notation. 675. എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതും? 6.75 ഇൻറ്റു 10 റൈസ് ടു 2. 10 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ പോയിൻറ്റ്, 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇരുന്നു. ഇപ്പം 2019 സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതും? 2.019 into 10 raised to 3. 7,00800. സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതും? 7.00800 ഇൻറ്റു 10 റൈസ് ടു എത്ര പ്ലേസ് കഴിഞ്ഞ് പോയിൻ്റ് വന്നിരിക്കുന്നോ അത് കൗണ്ട് ചെയ്ത് ഇട്ടാൽ മതി. 3 6 10 റൈസ് ടു 6. ഇപ്പോൾ 25 1 2 3 4 5 6. ഇതെങ്ങനെ എഴുതാൻ നോക്കിയാൽ 2.500000 6 zeros ഇൻറ്റു 10 റൈസ് ടു എത്ര പ്ലേസ്? 7. 10 റൈസ് ടു 7. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോം. യൂഷ്വൽ ഫോം. ഇപ്പോൾ 3.4 ഇൻറ്റു 10 റൈസ് ടു 4. 3.4 ഇൻറ്റു 10 റൈസ് ടു 4. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 34,000. ഇപ്പോൾ 1.008 ഇൻറ്റു 10 റൈസ് ടു 5. എങ്ങനെ എഴുതുക? 1,00800. ഇപ്പം 6.542 ഇൻറ്റു 10 റൈസ് ടു 2. ഇപ്പോൾ 2 പ്ലേസാണ് നമുക്ക് അങ്ങ് മാറുന്നത്. 654.2. എക്സ്പ്രസിങ് ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ്
ഫോമും യൂഷ്വൽ ഫോമും. 12.956 സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതും? 1.2956 ഇൻറ്റു 10⁻⁴ ഒരു പ്ലേസാണ് മാറിയിട്ടുള്ളത് അല്ലേ, ഒരു പ്ലേസ്. അപ്പോൾ 10⁻1 8706000000. ഇതെങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുന്നത്? 8.706 ഇൻറ്റു 10⁻11 അല്ലേ, 3 പ്ലേസും കൂടെ ഇങ്ങോട്ട് മാറും. 8, 9, 10, 11. 10⁻11. യൂഷ്വൽ ഫോമിലാണെങ്കിലോ 3.912 ഇൻറ്റു 10⁻10. നമ്മൾ എങ്ങനെ എഴുതും? പോയിന്റ് മാറ്റാൻ 3912 എത്ര സീറോസ് വരും? 7 സീറോസും വരും അല്ലേ. 1, 2, 3, 4, 5, 6, 7, 9. മൂന്നും കൂടെ ചേർന്ന് 10 അല്ലേ. ആ പോയിന്റ് മാറുമ്പോൾ സീറോസ്. 8.04 ഇൻറ്റു 10⁻8. അപ്പം 804 6 സീറോസ് കൂടെ വരും. ഇങ്ങനെയാണ് യൂഷ്വൽ ഫോമും സ്റ്റാൻഡേർഡ് ഫോമും. അപ്പം ഈ ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ഫോം, യൂഷ്വൽ ഫോം, എർത്തിൻ്റെയും മൂണിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഒരേ മെത്തേഡ് ടീച്ചർ പറഞ്ഞു. പ്രാക്ടീസ് ബുക്ക് എടുത്തിട്ട് ധാരാളം പ്രോബ്ലംസ് എക്സ്ട്രാ ആയിട്ട് ചെയ്ത് നോക്കണം. Objectives. At the end of this lesson, you will be able to define line of symmetry, identify line of symmetry in given figures, understand the lines of symmetry for regular polygons, understand the mirror line, understand the rotational symmetry, and find the order of the rotational symmetry of the given figures. Look at these figures. The line you can see is the line of symmetry of these figures. Line of symmetry, what is that? When we fold the figure about this line of symmetry, we will see that the two parts of the figure is coinciding. Let's take this figure now. When we fold this figure from the center, we will see that the two parts of this figure are coinciding. So we will say that this figure is symmetrical and this line is line of symmetry. Priya, can you now identify the line of symmetry in these designs? I will try. In this figure, this is the line of symmetry or axis of symmetry. How? When we fold this design this way, the two parts so formed will coincide. So this is the line of symmetry. Good, you have learnt now. And in these figures, these are the lines of symmetry. A shape has line of symmetry when one half of it is the mirror image of the other half. Now let's check whether the line drawn on A is the line of symmetry or not. We take its one half and place it in front of mirror. Wow! Its one half is equal to the other half. This means that this is the line of symmetry. Let's play a game now. Which game? Punching game. In this game, we will fold these papers and punch a hole. This is so simple. Now open these papers. We can see two holes which are symmetric. The fold is a line of symmetry. Now look at this clock. It's going round and round. This means it is rotating. The hands of the clock rotate in a clockwise rotation. And when something rotates other than clockwise, then what type of rotation is it? Then we call that rotation as anti-clockwise rotation. When an object rotates, its shape and size do not change. This rotation turns an object about a fixed point. This point is called the center of rotation. And the angle of turning during the rotation
is called the angle of rotation. If a thing makes a full turn in its rotation, then its angle of rotation is 360 degrees. A half turn means rotation by 180 degrees and a quarter turn is rotation by 90 degrees. This is a paper windmill. It has a rotational symmetry. If you rotate it by 90 degrees about the fixed point, the windmill will look exactly the same. In full turn, there are 4 positions. On rotation through the angles 90 degree, 180 degree, 270 degree and 360 degree, when the windmill looks exactly the same. Therefore, we can say that it has a rotational symmetry of order 4. Priya, can you tell the shapes around us which have rotational symmetry? Yes. When we slice certain fruits, the cross sections are shapes with rotational symmetry. There are many road signs that have rotational symmetry. Do you know which the most perfect symmetrical figure is? Is it circle? Yes, the circle is the most perfect symmetrical figure. It can be rotated around its center through any angle, and at the same time, it has unlimited number of lines of symmetry. Observe these circle patterns. Every line through the center forms a line of symmetry and has rotational symmetry around the center for every angle. Summary. Let us summarize what we have learnt. A figure has line symmetry if there is a line about which the figure may be folded so that the 2 parts of the figure will coincide. Regular polygons have equal sides and equal angles. They have more than 1 lines of symmetry. Mirror reflection leads to symmetry. Rotation turns an object about a fixed point. This fixed point is the center of rotation. The angle by which the object rotates is the angle of rotation. A half turn means rotation by 180 degree. A quarter turn means rotation by 90 degree. Rotation may be clockwise or anti-clockwise. If after a rotation, an object looks exactly the same, we say that it has a rotational symmetry. In a complete turn of 360 degree, the number of times an object looks exactly the same is called the order of rotational symmetry. Introduction. Students, look at the ball. You must have played with it. Can anyone tell me what the shape of it has? Yes, it is circular in shape. No, it is spherical in shape. Okay, you must have ate softy. What is the shape it has? Yes, it is conical in shape. Very good. Today we will learn more about shapes. Come, let's see. Objectives. At the end of this lesson, you'll be able to identify the various solid shapes, count the edges, vertices, and faces of solid shapes, build 3D solid shapes from their nets, draw solids on flat surface, view different sections of a solid, faces, edges, and vertices. Hey students, look at me what I got for you. A cube. A cube is a special kind of cuboid whose length, breadth, and height are equal. A vertex or vertices is a point where 2 or more straight lines meet. An edge is a line segment that joins 2 vertices. A face is any of the plane or curved surface of a solid object. Nets for building 3D shapes. Now we see how a cube is formed. A net is a sort of layout in 2D which, when folded, results in a 3D shape. Here we show you how a cuboid is formed from its net. Now you can see a cube with its net. Now we see how a pyramid is formed. Here we show you how a pyramid is formed from its net. Now we see how a cone is formed. Here we show you how a cone is formed from its net. Now we see how a cylinder is formed.
Here we show you how a cylinder is formed from its net. Let's learn about oblique sketches. An oblique sketch involves a combination of an orthographic flat front with depths line receding at an angle, usually 45 degrees. Let's draw an oblique sketch of cube. To draw an oblique projection, follow three main rules. 1. Draw the front or side view of the object. 2. All measurements drawn backwards are half the original measurement. 3. 45 degrees is the angle for all lines drawn backwards. Let's learn about isometric sketches. Isometric sheet divides the paper into small equilateral triangles. Isometric drawings are 3D drawings. All the vertical lines are drawn vertically, but all horizontal lines are drawn at 30 degrees to the baseline. Isometric is an easy method of drawing 3D images. Let's draw an isometric sketch of cube. Mark the front corner of the solid as A. Draw 3 units down, 3 units to the left, and 3 units to the right. Then, draw 3 units left from this last point. Draw a square for the top of the solid. Draw segments 3 units down from each vertex for the vertical edges. Connect the appropriate vertices using dashed lines for the hidden edges. Viewing different sections of a solid by slicing or cutting. Now we are going to play slicing game. We have a piece of butter which is cuboid in shape. Here we slice the piece of butter. Each face of the piece is nearly rectangle in shape, and this face is called as cross-section of the butter piece. So, students, do you like the game? We have much more to go. You must visit in the kitchen, and there many a times you have seen vegetable cutting. So after cutting the vegetables, they take different shapes. A shadow play. We have another game to play that we called shadow play. It is another method to view three-dimensional objects into 2 dimensions. Let us see some of the objects through this method. Now we cast a shadow of cylinder. Now we cast a shadow of pyramid. There can be multiple answers because of different arrangements. A third way is by looking at the objects from certain angles to get different views. We can look at the object by just standing in front of it and from the side and top as well. Let us see some of the objects through this method. Let us summarize what we have learned. A vertex or vertices is a point where 2 or more straight lines meet. An edge is a line segment that joins 2 vertices. A face is any of the plane or curved surface of a solid object. A net is a sort of skeleton outline in 2D, which, when folded, results in a 3D shape. To draw an oblique projection, follow 3 main rules. 1. Draw the front or side view of the object. 2. All measurements drawn backwards are half the original measurement. 3. 45 degrees is the angle for all lines drawn backwards. Isometric sheet divides the paper into small equilateral triangles. Shadow play is a method to view 3-dimensional objects into 2 dimensions. Okay students, portions എല്ലാം തീർന്നിട്ടുണ്ട്. സമയപരിമിതി മൂലമാണ് സിമിട്രിയുടെയും വിഷ്വലൈസിങ് സോൾഡ് ഷേപ്സിൻ്റെയും വീഡിയോസ് ഇട്ട് തീർക്കേണ്ടി വന്നത്. അതിലെ എക്സസൈസ് എല്ലാം നിങ്ങൾ ചെയ്തു നോക്കണം. എക്സാം അടുത്തു, നന്നായി പഠിച്ച് എക്സാമിന് അപ്പിയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് എക്സാം എഴുതണം. താങ്ക് യു.